അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ചെമ്മീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ഡിന്നറായിട്ടും മക്കൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തിടാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ആദ്യം തന്നെ നമുക്കൊന്ന് അരി ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 3 കപ്പ് നമ്മൾ സാധാരണ ഒറോട്ടീൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ അതിങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ പത്തിൻ്റെ പൊടിയില്ല, നമ്മൾ സാധാ പച്ചരി പൊടിയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല, അതെടുത്താലും മതി. അപ്പോൾ ഈ 3 കപ്പിൻ്റെ അളവിൽ ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ്, പണിയൊന്നുമില്ല. നമ്മൾ മറ്റേ കുഞ്ഞിപ്പത്തിലാക്കുന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് ചെറുങ്ങനെ പരത്തിയിടാം. ഇതാവുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇട്ടാൽ മതി. ഇതാ കണ്ടില്ലേ, ഇതുപോലെ മൊത്തത്തിലൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വെക്കുക. ഒരു 20 മിനിറ്റിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. എനിക്കിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 1 ടീസ്പൂണ് കുരുമുളകും, പൊടിക്കാതെ കുരുമുളകാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തിട്ടെടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതാ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനെയും പൊടിച്ചിട്ടെടുക്കുക. അങ്ങനെ നല്ലോണം പൊടിച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എനിപ്പിന്നെ ഇതിലേക്കൊരു 300 ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും മുളകും കൂടി പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ വല്ലാണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരു 2-3 മിനിറ്റ് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായി ഫ്രൈ ചെയ്തിട്ടെടുത്താൽ നമ്മൾ മസാലയാക്കിയിട്ട് ചെമ്മീൻ കടിക്കുമ്പോൾ ഒരു ചേരി പോലെ ഉണ്ടാവും, ഒരുപാട് ഫ്രൈ ആക്കിയാൽ. അപ്പോൾ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് അത്രേ വേണ്ടു കേട്ടോ. അപ്പോൾ ആ ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സെയിം പാനിൽ തന്നെ നമുക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നീളത്തിന് അരിയുന്നതിനെക്കാട്ടിയും ഇതുപോലെ കഷ്ണാക്കി അരിയലായിരിക്കും നല്ലത്. അപ്പോൾ ആ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു തക്കാളിയും പിന്നെ ഒരു 2 പച്ചമുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ കുറച്ച് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിയും ചെമ്മീനൊക്കെ കൂടി നല്ലോണം കുഴഞ്ഞ് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇടണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുകയൊന്നും ചെയ്യൂല. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഉപ്പും മുളകൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പതിപ്പിച്ചിട്ടെടുക്കാം. അപ്പോഴേക്ക് ഞാൻ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സാധാരണ കുഞ്ഞിപ്പത്തിലെല്ലാം ആകുമ്പോൾ ഓരോന്നോരോന്ന് ഉരുട്ടിയെടുക്കണം. ഇതാകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. സമയവും ലാഭമാണ്, പണിയും എളുപ്പമാണ്, പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാനും കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ ചെമ്മീൻ വാങ്ങിയാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്.
അപ്പോൾ എപ്പോഴും നമ്മൾ ചെമ്മീൻ വാങ്ങിയാൽ കറിയും ഫ്രൈ ഒക്കെ ആക്കലല്ലേ ഉള്ളൂ. നമ്മൾ ഈ റെസിപ്പി ഇതുവരെ ആക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തായാലും സങ്കടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റല്ലോ ഒക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി മസാലയൊക്കെ നമ്മുടെ അരിയിൽ കൂടി മിക്സ് ആകുന്ന വിധത്തിൽ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ്റെ എന്താ പറയുക, ചെമ്മീൻ്റെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.